ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആന്തരിക രോഗസൗഖ്യം, ആന്തരിക സൗഖ്യം എന്ന വിഷയമാണല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ക്ഷമ എന്നതിനെക്കുറിച്ചായിരുന്നു. ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മാപ്പ് കൊടുക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ മാപ്പ് കൊടുക്കണം എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചത്. യൂട്യൂബിനകത്ത് ഇതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അത് പിന്നെയും കേൾക്കുക. പല ആവർത്തി കേട്ടെങ്കിൽ മാത്രമേ ചിലതൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് സ്ഥിരമായി ആകുകയുള്ളൂ. അതുകൊണ്ട് പല ആവർത്തി കേൾക്കാനായിട്ട് നമുക്ക് തയ്യാറാകണം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുക. ദിനവും ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുടുംബത്തോട് കർത്താവിനെ അറിഞ്ഞ ശേഷമുള്ള അനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് വലിയ സമാധാനമാണ്. വലിയ സമാധാനം. ഭയം മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരുന്നത്. സ്തോത്രം. 2-3 വാക്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഇത് പതിഞ്ഞിരിക്കണം. നമുക്കൊരുമിച്ച് വായിക്കണം. നമുക്ക് എഴുതി എവിടെയെങ്കിലും വെക്കുക. ഭയം സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു പെൺകുട്ടി മരിച്ചതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടു ഇല്ലേ? അടൂർ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമോ? വേറെ തൊട്ടടുത്തും നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ വേറൊരു കുട്ടിയും മരിച്ചു ഇല്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്താണ്, നമുക്കൊരു ഭയം. എന്താണ് ഈ ലോകത്ത് നടക്കാൻ പോകുന്നത്? നമുക്കുമുണ്ട് കുഞ്ഞുങ്ങൾ ഇല്ലേ? നമുക്കുമുണ്ട് കുഞ്ഞുങ്ങൾ. ദൈവമേ, ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഈ 2-3 വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചിടുക, കൂടെ ഓർക്കുക. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൻ്റെ മോനെ, അത് സ്ലൈഡിനകത്തുണ്ട് കേട്ടോ മോനെ, ഈ വാക്യം സ്ലൈഡിനകത്തുണ്ട്. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ബൈബിൾ എടുക്കാം. പിന്നെ ലക്ഷ്മി ഒന്ന് വായിക്കാമോ? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. സ്തോത്രം. സ്ഥിരമാനസൻ എന്നുള്ള നമ്മുടെ പേര് അങ്ങോട്ട് ചേർത്ത് പറയാമോ? നമ്മുടെ പേര് ചേർത്തൊന്ന് വായിക്കാമോ? എല്ലാവരും ഒരുമിച്ചൊന്ന് വായിച്ചാട്ട് ആ വാക്യമുണ്ടല്ലോ, സ്ഥിരമാനസൻ എന്നുള്ളിടത്ത് നമ്മുടെ പേരൊന്ന് ചേർത്തൊന്ന് ഉറക്കെയൊന്ന് വായിച്ചേ. ആനി അങ്ങിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് അങ്ങ് എന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കും. ഈ വാക്യം നമുക്കറിയാം. എങ്കിലും എന്താണ്, കൂടെ നമുക്കൊരു ചഞ്ചലം വരും ഇല്ലേ? ശാശ്വതമായ പാറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും നീങ്ങിപ്പോകാത്ത. നമ്മൾ മാറിപ്പോകുമില്ലേ? നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയില്ലേ? നമ്മൾ കുഞ്ഞിലെ ഓർത്ത് അവരെന്നും കാണുമെന്നില്ല, അവർ പോയി, നമ്മളും പോവും, തലമുറ മാറും. പക്ഷെങ്കിൽ ഈ ശാശ്വതമായ പാറയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. ശാശ്വതമായ പാറ നമ്മളല്ല, നമ്മൾ വെച്ചു കൊടുക്കുന്ന ഭവനമല്ല, നമ്മൾ വെച്ചു കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന സമ്പാദ്യമല്ല, മറിച്ച് ദൈവമാണ് നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ശാശ്വതമായ പാറ. സ്ഥിരമാനസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിരനാകാതെ ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. സ്തോത്രം. 2-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യമാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്,
യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. നമ്മളുടെ ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞാൽ എന്താണ്? ആകെക്കൂടെ ഒരു വിഭ്രാന്തി, ഇല്ലേ? ഒരു സ്ഥിരതയില്ലായ്മ. ഭ്രമിക്കരുതെന്ന് പറഞ്ഞാൽ ഭയപ്പെടരുത്. ഭ്രമിക്കരുതെന്ന് പറഞ്ഞാൽ ഭയപ്പെടരുത്. കാരണം എന്താണ്? ദൈവം നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം നൽകിത്തരും. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം നൽകിത്തരും. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ദൈവം നിത്യനായതുകൊണ്ട് ഈ സമാധാനം നിത്യതവരെയുള്ളതാണ്. സ്തോത്രം. നമുക്ക് ചിലപ്പം എന്തെങ്കിലും നമ്മൾ ദാഹിച്ചിരിക്കുമ്പോഴേ നല്ല ഒരു വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമുക്കെന്താണ്? നമ്മൾ പറയും എന്താണ്? അയ്യോ എന്തോ ഒരു സമാധാനം അല്ലേ? പക്ഷെ പിന്നെയും നമുക്ക് ദാഹിക്കും. നമ്മൾ കുറേ വിശന്ന് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നല്ലതായിട്ടൊന്ന് ആഹാരം കഴിച്ചാൽ പറയും അയ്യോ എന്തോ ഒരാശ്വാസം അല്ലേ? കുറേ നമുക്ക് വിഷമമായി കഴിയുമ്പം കുറേ ഒന്ന് കരഞ്ഞു, ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ പറയും എന്തോ ഒരു സമാധാനം. പിന്നെയും നമ്മൾ കരയത്തില്ലേ? പിന്നെയും നമുക്ക് വിഷമം വരത്തില്ലേ? അതുപോലെയല്ല, ലോകം തരുന്നത് പോലെയല്ല. മറിച്ച് യേശു മാത്രമേ ഉള്ളൂ സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞേ. യേശു മാത്രമേ ഉള്ളൂ സമാധാനത്തിൻ്റെ പ്രഭു. ഈ സമാധാനത്തിൻ്റെ പ്രഭുവാണ് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഈ സമാധാനം നൽകിത്തരുന്നു. അപ്പോൾ ഭ്രമിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഈ വാക്യങ്ങൾ നോക്കുമ്പോൾ സമാധാനം. സമാധാനം. അപ്പോൾ ഭയത്തിൻ്റെ മേലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവീക സമാധാനം ദിനവും അനുഭവിക്കുകയാണ്. ദൈവീക സമാധാനം സ്ഥിരവും അനുഭവിക്കുകയാണ്. യേശു മരിച്ച ശേഷം പത്രോസിനും യാക്കോബിനും യോഹന്നാനും തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കഷ്ടതയായിരുന്നു. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരെ രക്തസാക്ഷിയായിട്ടാണ് അവർ മരിച്ചത്. യോഹന്നാൻ ഒഴിച്ച്, അപ്പോസ്തലൻ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത്. അവരെല്ലാം എന്തു ചെയ്തു? ഈ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചു. ദൈവത്തിൻ്റെ യേശുവിൻ്റെ സമാധാനം അവർ അനുഭവിച്ചു. സ്തോത്രം. മൂന്നാമത്, തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് ഓർമ്മിപ്പിക്കുകയാണ്. തീമത്തിയോസിൻ്റെ മേൽ അമ്മയിൽ കണ്ട വിശ്വാസം, വല്യമ്മയിൽ കണ്ട വിശ്വാസമൊക്കെ തീമത്തിയോസിനുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസിനറിയാം. അപ്പോസ്തലനായ പൗലോസ് മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, 2 തീമത്തിയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭീരുത്വത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയമുണ്ടാകുന്ന ആത്മാവിനെ അല്ല. പരിശുദ്ധ ആത്മാവെന്ന് പറയുന്നത് നമ്മളിൽ ഭയമുണ്ടാക്കുന്ന ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് എന്താണ്? സുബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ശക്തിയുടെ ആത്മാവ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിച്ച സമയത്ത് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ചെവിയിൽ ഇങ്ങനെ കേൾക്കുക, ഇറങ്ങിപ്പോ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിപ്പോ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ ഈ കൗൺസിലിംഗ് ടെക്നിക്കൊക്കെ ഇച്ചിരൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒത്തിരിയൊക്കെ പഠിച്ചത് ജെ.കെ. പാസ്റ്റർ. എന്നാലും ഞാൻ ചോദിച്ചു, മോനെ അത് കേട്ടപ്പം മനസ്സിനകത്ത് അസ്വസ്ഥതയായിരുന്നു, സമാധാനമായിരുന്നു? മോൻ പറഞ്ഞു അസ്വസ്ഥതയായിരുന്നു. ഞാൻ പറഞ്ഞു, അസ്വസ്ഥതയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണോ സാത്താനിൽ നിന്നാണോ? എന്താണ്? സാത്താനിൽ നിന്ന്. ദൈവം പറഞ്ഞ് നമുക്ക് അസ്വസ്ഥമാകത്തില്ല. ദൈവം പറഞ്ഞാൽ നമുക്ക് എന്താണ്? സമാധാനമേ വരികയുള്ളൂ. ഞാൻ അന്നേരം ചോദിച്ചു, നേരത്തെ ആരോടെങ്കിലും സാത്താൻ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടില്ലേ? ഏദൻ തോട്ടത്തിൽ സംസാരിച്ചു, പിന്നെ യേശുവിൻ്റെ അടുത്തും വന്ന് സംസാരിച്ചില്ലേ? ഏദൻ തോട്ടത്തിൽ തോറ്റുപോയി. സാത്താനോട് യേശു എന്ത് പറഞ്ഞു? പോ പിശാചേ. ഞാൻ പറഞ്ഞു, മോനെ, ശക്തിയുടെ ആത്മാവിനെ നീ പ്രാപിച്ചതല്ലേ? പരിശുദ്ധ ആത്മാവിനെ നീ പ്രാപിച്ചതല്ലേ? അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതല്ലേ? പേടിച്ചിരിക്കാനാണോ? അല്ല.
ഈ ശക്തിയുടെ ആത്മാവിൽ സുബോധം വന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം. അവൻ അത് ഇത്രയും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം എന്താണ്, എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ കുഞ്ഞ് വളരത്തില്ല. തന്നെത്താൻ പ്രാർത്ഥിച്ച് ജയമെടുത്താലേ ആ കുഞ്ഞ് വളരത്തുള്ളൂ. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. എൻ്റെ റൂമിൽ പോയിരുന്ന് ഞാൻ മൗനമായിട്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓർക്കുമ്പോഴൊക്കെ പിന്നെയും പലവർത്തം, കാരണം കൂടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് പാല് വാരി കൊടുക്കേണ്ടതുണ്ടോ, കുപ്പിക്കകത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനകത്ത് കുപ്പിക്കകത്ത് കൊടുക്കണം. 5 വയസ്സായാലും 10 വയസ്സായാലും കുപ്പിക്കകത്ത് കൊടുത്താൽ എന്താണ്, ആ കുഞ്ഞിന് എന്തോ വളർച്ചയിൽ തകരാറുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ പറയണം, എൻ്റെ മേൽ പകർന്നിട്ടുള്ള ആത്മാവ് സുബോധത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. അതുകൊണ്ട് ശത്രു നമ്മുടെ മേൽ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആത്മാവിനെ അങ്ങോട്ട് ജ്വലിപ്പിക്കണം, ഈ കൃപയെ അങ്ങോട്ട് ജ്വലിപ്പിക്കണം, ഈ ദൈവത്തിൻ്റെ ദാനത്തെ അങ്ങോട്ട് ജ്വലിപ്പിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് ഈ വാക്യം ഇത്രയും പറയാൻ കാര്യം, യേശു പറഞ്ഞു, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഏതാണ് സത്യം? മൊബൈലിൽ വായിക്കുന്നതാണോ സത്യം? മൊബൈലിൽ ബൈബിൾ വായിക്കും, പക്ഷെ വേറെ പലതും വായിക്കും നമ്മളില്ലേ. പത്രങ്ങളിൽ വായിക്കുന്നതാണോ സത്യം? അത് വാർത്തയാണ്. അത് മനുഷ്യരുടെ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ മനുഷ്യരുടെ പല പാപസ്വഭാവങ്ങൾ കൊണ്ടുണ്ടായ ചില കാര്യങ്ങളാണ് നമ്മൾ പത്രം വായിക്കുന്നത് ഇല്ലേ. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, എന്തെല്ലാം നമ്മൾ കാണുന്നു. ഇതാണ് സത്യം, മറക്കരുത് കേട്ടോ. ഇതാണ് സത്യം. പലരും പലതും ചെയ്യാൻ നമ്മളെ വന്ന് ഓർമ്മിപ്പിക്കും, പറയും, പക്ഷെ ഇതിന് വിരുദ്ധമായി നാം ചെയ്യരുത്. അതുകൊണ്ടാണ് സത്യം അറിയുക, വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക. സത്യമറിയുക, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഇന്ന് രാവിലെ ഞാനൊരു സഹോദരിയോട് പറയുകയായിരുന്നു, ഈ വചനം നമ്മുടെ സർവ്വദേഹത്തിനും ആരോഗ്യമാണ്. ഈ വചനം നമ്മുടെ സർവ്വദേഹത്തിനും ആരോഗ്യമാണ്. അത് വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കണം. രോഗം വരുമ്പോൾ നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വരും തുളച്ചു ചെല്ലുന്ന ഈ വചനം നാം എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. സ്തോത്രം. വചനം നാം എന്ത് ചെയ്യണം? ഭക്ഷിക്കുകയും സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇതെല്ലാം നമുക്കറിയാം. എങ്ങാലും നമുക്ക് പേടിയുണ്ടില്ലേ? പേടിയുണ്ടോ? ഈ നിൽക്കുന്ന ഞാൻ മുതൽ നമുക്കെല്ലാവർക്കും പേടിയുണ്ട്. നമ്മുടെ പേടിയെല്ലാം ഒന്ന് ഓർക്കാമോ? 1, 2, 3. പണ്ടൊരു കുഞ്ഞ് പറഞ്ഞു, 10ാം ക്ലാസ് ജയിക്കുന്നിടം വരെ എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും വെപ്രാളമായിരുന്നു. 10 ജയിക്കുമോ, 10 ജയിക്കുമോ, 10 ജയിച്ചു. 12ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് പിന്നെ 12ാം ക്ലാസ് ജയിക്കുമോ, 12ാം ക്ലാസ് ജയിക്കുമോ എന്നാൽ പിന്നെ പേടി. പിന്നെ കോളേജിൽ പോകാമെന്നല്ലോ, അതങ്ങനെ അതാ പിന്നെ പേടി. പിന്നെന്താണ്, കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി കിട്ടുമോ, അതാണ് പേടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, കല്യാണം കഴിക്കണ്ടായോ. ഈ കുഞ്ഞ് അപ്പനോടും അമ്മയോടും പറഞ്ഞു, എന്നാ എന്നെക്കുറിച്ചുള്ള പേടി മാറുന്നേ, ഇല്ലേ? നമ്മൾ സർവ്വസാധാരണമാണ്, നമുക്കൊക്കെ പേടി വരാം. എന്നാൽ ബൈബിളിൽ അങ്ങനെയുള്ള പേടികളെല്ലാം അരുത്, മറിച്ച് ഒരു ഭയം മാത്രമേ ആകാവൂ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതേത് ഭയമാണെന്നറിയാമോ? ദൈവത്തെ ഭയപ്പെടുക. ജ്ഞാനിയായ ശലോമോൻ താൻ സഭാപ്രസംഗി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. യെശയ്യാവിന് മുൻപുള്ള പുസ്തകമാണ് സഭാപ്രസംഗി. സഭാപ്രസംഗിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കാം, ഒരുമിച്ച് വായിക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യനും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതും ആയ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ആരെയാണ് നാം ഭയപ്പെടേണ്ടത്? ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ ഗുണങ്ങൾ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനമാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പം കർത്താവെ നല്ല ബുദ്ധി കൊടുക്കണേ എന്നല്ല പ്രാർത്ഥിക്കണം. അതിന് മറിച്ച് എന്ത് പറയണം? കർത്താവെ യഹോവ ഭക്തി കൊടുക്കണമേ. കാരണം നമുക്ക്
പിന്നെ അതിൻ്റെ സോഴ്സിലാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്, ഇല്ലേ? എൻ്റെ സോഴ്സ് എന്താണ്? യഹോവ ഭക്തി. കർത്താവ് എൻ്റെ കുഞ്ഞിന് യഹോവ ഭക്തി കൊടുക്കണമേ, യഹോവ ഭക്തി കൊടുക്കണമേ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡേറ്റ അനാലിസിസ് ഒക്കെ ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. പ്രിൻ്റ് എല്ലാം എടുത്തു, കുട്ടികളോടൊക്കെ സംസാരിച്ച് ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തു. ഒരു 10 point ഫോണ്ടിൽ 100 pages ഉണ്ട് ഇൻ്റർവ്യൂ. എനിക്ക് ആ കൂടെ 2-3 മാസം കൂടെ ഉള്ളൂ. എങ്ങനെ ഇത് ഞാൻ അനാലിസിസ് ചെയ്യും, ഇതിനെക്കുറിച്ച് എങ്ങനെ ഗവേഷണം ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വായിക്കുകയായിരുന്നു യെശയ്യാപ്രവചനം. രാവിലെ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതി, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ താക്കോലാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ താക്കോലാകുന്നു. അത് ജൂലൈ മാസത്തിലാണെങ്കിൽ ഡിസംബറിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ താക്കോലാകുന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് യഹോവ ഭക്തി മതി. 1 മണിക്കൂർ ഞാൻ നടക്കുമായിരുന്നു ആ സ്ഥലത്ത്. നടക്കുന്നത്രയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്, കർത്താവേ എനിക്ക് യഹോവ ഭക്തി തരണമേ, എനിക്ക് യഹോവ ഭക്തി തരണമേ. സ്തോത്രം. യഹോവ ഭക്തി ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യാവൂ? യഹോവയെ ഭയപ്പെടുക. യഹോവയെ മാത്രം. നമ്മുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കുക, മക്കളെ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തോട് ഇതമില്ലാത്ത ഒന്നും നാം കഴിക്കരുത്, ഒന്നും നാം ഉപയോഗിക്കരുത്, ഒന്നും നാം കുടിക്കരുത്, ഒന്നും നാം ധരിക്കരുത്, എവിടെയും നാം പോകരുത്. എന്നാലും നമ്മൾ കേട്ടല്ലോ, സ്തോത്രം പറയാനാവുന്ന സിനിമയെ നമ്മൾ കാണാവൂ, സ്തോത്രം പറയുന്ന വാക്കേ നമ്മൾ പറയാവൂ, സ്തോത്രം പറയുന്നതേ നമ്മൾ കഴിക്കാവൂ, കുടിക്കാവൂ. ദൈവമേ എന്ന് ചോദിച്ച് ദൈവത്തിന് നന്ദി പറയുന്നതല്ലാതെ നാം എന്ത് ചെയ്യരുത്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മളത് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടണമെന്ന് മത്തായി സുവിശേഷം 10:28 നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യരാണ് ദേഹത്തെ കൊല്ലുന്നത്, ദേഹിയെ കൊല്ലാൻ കഴിയുന്നത് ആരാണ്? ദൈവത്തിനാണ്. ദേഹത്തെ കൊല്ലാൻ കഴിയുന്ന മനുഷ്യരെ ഭയപ്പെടാതെ ദേഹിയെ കൊല്ലാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. സ്തോത്രം. ബൈബിളിൽ നമുക്കറിയാം പലരും ഭയപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഭയം കാണുന്നത് എന്താണെന്നറിയാമോ? എവിടെയാണ് ആദ്യം നമ്മൾ ഭയം കാണുന്നത്? ആദ്യം ഭയം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്, ഇല്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദാം ദൈവത്തെ ഭയപ്പെടുകയാണ്. എന്തിനാണ് ഭയപ്പെട്ടത്? ഭക്തിയോടുള്ള ഭയമായിരുന്നോ? അല്ല. എന്തായിരുന്നു ഭയം? ഞാൻ നിൻ്റെ കാലൊച്ച കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു. അന്നാണോ ആദ്യമായിട്ട് ദൈവം ഏദൻ തോട്ടത്തിൽ വരുന്നത്? അല്ല. എത്രയോ നാളുകളിൽ ഏദൻ തോട്ടത്തിൽ ദൈവം വന്നു, ആദാമും ഹവ്വായും ദൈവവുമായിട്ട് സംസാരിച്ചു. പക്ഷെ അന്നെന്താ ഭയമുണ്ടാകാൻ കാരണം? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കുറ്റബോധത്തിൽ നിന്നുള്ള ഭയം, സ്നേഹത്തിൽ നിന്നുള്ള ഭയമല്ല. നമ്മുടെ മാതാപിതാക്കളോട് നമുക്കൊരു ആദരവില്ലേ? നമ്മുടെ മാതാപിതാക്കളോട് അവർക്കിഷ്ടമല്ലാത്തത് ചെയ്യാൻ നമ്മൾ മടിക്കയില്ലേ? അതിന് കാരണം എന്താണ്? അവരോടുള്ള ബഹുമാനത്തിൽ നിന്നുള്ള, ആദരവിൽ നിന്നുള്ളൊരു ഭയമാണ്. ഇതെന്താണ്? കുറ്റബോധത്തിൽ നിന്നുള്ള ഭയം. എങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ ചെല്ലും എന്നുള്ള ഒരു ഭയം. അത് നല്ല ഭയമാണോ? നല്ല ദൈവഭയമാണോ? അല്ല. അതേപോലെ രാജാവായ ശൗൽ ഭയപ്പെടുന്നു. ശൗമേൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറയുകയാണ്, ശൗമേൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ചെയ്യാൻ, അത് ചെയ്യാതെ ജനങ്ങൾ പറയുന്നത് കേട്ട് ചില കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ശൗമേലിനോട് രാജാവായ ശൗൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്ക് കേട്ടു. ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല, മറിച്ച് എന്താണ്? ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അവൻ കേട്ടു എന്ന് പറയുന്നു. അത് നല്ല ഭയമാണോ? അല്ല. മനുഷ്യരെ ഭയപ്പെടുന്നത് ഒരു ട്രാപ്പാണ്, ഒരു കെണിയാണ് കേട്ടോ. മനുഷ്യരെ ഭയപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഒരു ട്രാപ്പാണ്. ശൗലിന് എന്തു പറ്റി? ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ഉദ്ദേശം നിവൃത്തിയാകാതെയായി. അവൻ്റെ രാജ്യത്വം എന്നേക്ക് സ്ഥിരമായിരിക്കാനായിരുന്നു ദൈവത്തിൻ്റെ ആലോചന. എന്നാൽ അടുത്ത തലമുറയിൽ പോലും അവൻ്റെ മകൻ നല്ലൊരു മകനായിരുന്നു ജോനാഥാന് പോലും രാജ്യത്വം ലഭിക്കാതെ വണ്ണം രാജ്യത്വം ഒരു ആട്ടിടയനായ ബാലനായ ദാവീദിന് കൊടുത്തു. എന്തുകൊണ്ട്? ദൈവത്തെ അനുസരിക്കാതെ മനുഷ്യരെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ഭയം മനുഷ്യരോടും ദൈവത്തോടുമൊക്കെ യുക്തിയല്ലാത്ത, ദൈവഹിതമല്ലാത്ത ഭയങ്ങൾ എന്താണ് നമുക്ക് വേണ്ട. സ്തോത്രം. നമുക്കറിയാമല്ലോ,
വലിയ ഒരു കാറ്റും കോളും വരികയായിരുന്നില്ലേ? വലിയ കാറ്റും കോളും വന്നു. ശിഷ്യന്മാരെന്ത് ചെയ്തു? ഭയപ്പെട്ടു. അപ്പോൾ യേശു എന്താ ചോദിക്കുന്നത്? അല്പവിശ്വാസിയേ. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു സ്വന്തം ബോട്ടിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ യേശു നമ്മൾ പറയത്തില്ല, കർത്താവേ വന്ന് താമസിക്കണമേ എന്നൊക്കെ പറയത്തില്ലേ? അതൊന്നും വിശേഷമില്ല. വന്ന് താമസിച്ചാലും നമ്മുടെ കൂടെ ബോട്ടിലിരുന്നാലും വിശ്വാസം കുറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭയം വരാം. വിശ്വാസം കുറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭയം വരാം. ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, ദൈവം വന്ന് എൻ്റെ അടുത്ത് വന്നാൽ ഞാനത് ചെയ്യും എന്നൊക്കെ പറയത്തില്ല ചിലർ. അതൊക്കെ ചുമ്മാതാണ് കേട്ടോ. ദൈവം വന്ന് നേരിട്ട് കയ്യിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്. കയ്യിൻ എന്ത് ചെയ്തു? തൊട്ടടുത്ത വാക്യത്തിൽ അത് തന്നെ ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവം വന്ന് നേരിട്ട് പറയുന്നത് കൊണ്ടും ദൈവം നമ്മുടെ വീട്ടിലുണ്ടെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടും കൊണ്ടൊന്നും പലപ്പോഴും നമുക്കെന്താണ്? ഭയപ്പെടാതിരിക്കാൻ സാധിക്കത്തില്ല. അത് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അത് ദൈവത്തിനറിയാം. നമ്മളുടെ ബലഹീനത ദൈവത്തിനറിയാം. നമ്മുടെ ബലഹീനതയിൽ നമ്മളെ തനിച്ചിട്ടിട്ട് പോകുന്നവനല്ല ദൈവം. മനുഷ്യരെല്ലാം ബലഹീനതയിൽ തനിച്ചിട്ടിട്ട് പോകും ഇല്ലേ? നമുക്കൊരു കുറേ ദുഃഖമായി കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ കൂട്ടുകാർ പറയും, എന്തോ വിളിച്ച് പറയാനാകൊണ്ടാണ് ഞാൻ ഫോൺ വിളിക്കാത്തത്. നമ്മൾ തന്നെ അങ്ങനെ ചെയ്തിട്ടില്ലേ? എന്തോ വിളിച്ച് അവളോട് എന്തോ പറയും, അതുകൊണ്ടാണ് ഞാൻ ഫോൺ വിളിക്കാത്തത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വീട്ടിൽ പോകാത്തതെന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അകന്നു മാറിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ടല്ലോ. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വഹിച്ചു കൊള്ളും. എന്നാൽ വിശ്വാസവീരന്മാരായ ചിലരുണ്ടായിരുന്നു കേട്ടോ. അവർ ഉദാഹരണമായിട്ട് ദാവീദ് എന്താണ് പറയുന്നത്? 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദിന് എങ്ങനെ ആ ഒരു വെളിച്ചമുണ്ടായി, ആ ഒരു വിശ്വാസമുണ്ടായി? കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മരണനിഴലിൻ്റെ താഴ്വരയാണ്. നമ്മളാരും മരണത്തെ മുഖാമുഖമായി കണ്ട എത്ര പേരുണ്ട് ഇവിടെ നിന്ന് എനിക്കറിയില്ല. ഭയങ്കര ഭയാനകമായൊരു സമയങ്ങളാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് പോലും പറയുവാണ്, ഞാനൊരു ഭയവും പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. അതേ ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, യുദ്ധം നേരിട്ടാലും ഒരു സൈന്യം എൻ്റെ നേർക്ക് വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ നിർഭയനായിരിക്കും. നമ്മളോട് ഒരാൾ നേർക്ക് വന്നാൽ തന്നെ നമുക്ക് എന്തൊരു ഭയമാണില്ലേ? ദാവീദ് ഒരു യുദ്ധം ചെയ്യുന്നവനായിരുന്നു. ഗോലിയാത്ത് എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ കൊച്ചു മനുഷ്യനായ ദാവീദ് ഫേസ് ചെയ്യുമ്പോൾ ചോദിക്കുന്നു, നീ എന്താ ഒരു പട്ടിയെ, ഞാൻ പട്ടിയാന്ന് വിചാരിച്ചാണോ എൻ്റെ അടുത്ത് വരുന്നത്? സ്തോത്രം. അതുപോലെ എത്രയെത്ര വലിയ വലിയ യുദ്ധങ്ങൾ, മരണത്തിൻ്റെ മുൻപിലൊക്കെ ദാവീദ് വന്നു. ദാവീദ് പറയുകയാണ്, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, ഞാൻ ഭ്രമിച്ചു പോകുകയില്ല, കാരണം യഹോവയുടെ വെളിച്ചം എൻ്റെ രക്ഷ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭ്രമിക്കയില്ല. സ്തോത്രം. അതേപോലെ തന്നെ 46-ാം സങ്കീർത്തനത്തിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നൊരു സമയം, ഭൂമി മാറിപ്പോയി, പർവ്വതങ്ങൾ കുലുങ്ങി, സമുദ്രമധ്യേ വീണാലും അതിൻ്റെ ഇതുകൊണ്ട് തിരമാല ഇരച്ചു വന്നാലും ഞാൻ ഭയപ്പെടുന്നു. ഞാൻ സുനാമി, നമ്മളാരും സുനാമി അനുഭവിച്ചിട്ടില്ല, പക്ഷെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടില്ലേ? അതേപോലുള്ള ജീവിത അനുഭവങ്ങളിലും പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? യഹോവ എൻ്റെ ദൈവം, എൻ്റെ സങ്കേതം, എൻ്റെ ബലം, ദൈവം എൻ്റെ സങ്കേതം, എൻ്റെ ബലം, ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. അപ്പോൾ ഭയപ്പെട്ടവരുമുണ്ട് ബൈബിളിൽ, ഭയപ്പെടാതെ വിശ്വാസത്തിന് വേണ്ടി നിന്നവരുമുണ്ട്. സ്തോത്രം. എന്താണ് കാരണം? അവർക്കറിയാമായിരുന്നു അവരുടെ ദൈവം ആരായിരുന്നെന്ന്. ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ജീവൻ്റെ ബലം, അവൻ എൻ്റെ വെളിച്ചം, അവൻ എൻ്റെ കോട്ട എന്ന് ആർക്കറിയാമായിരുന്നു? ഈ ദൈവമക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് അവർ ഉറക്കെ വിളിച്ച് പറയുകയാണ്, എന്താണ്? ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭ്രമിച്ചു പോകുകയില്ല. സ്തോത്രം. സ്തോത്രം. ഭയം സാധാരണമാണ്. നമുക്കെല്ലാം ഭയമുണ്ടില്ലേ? നമുക്കെല്ലാം ഭയം വരാം. ആ ലിസ്റ്റിനകത്ത് ഇതൊക്കെ ഉണ്ടോ? വണ്ടി ഇടിക്കുമെന്ന് പേടി, വണ്ടി ഓടിക്കാൻ പേടി, കുഞ്ഞുങ്ങളാണെ പരീക്ഷ എഴുതാൻ പേടി, കുഞ്ഞുങ്ങളുടെ അമ്മമാരാണെ അയ്യോ കൊച്ചു ജയിക്കുമോ എന്ന് പേടി. നമുക്കെല്ലാം ഭയമുണ്ടല്ലോ അല്ലേ? റോഡ് ക്രോസ് ചെയ്യാൻ പേടി, ചിലർക്ക് പാറ്റായെ കണ്ടാൽ പേടി, പല്ലിയെ കണ്ടാൽ പേടി അല്ലേ? ഇരുട്ടിനെ പേടി. പേടി നല്ലതാണ്. നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുമ്പം ഒരു വണ്ടി ഇങ്ങോട്ട് കടന്നു വരുമ്പം പേടിയില്ലല്ലോ, എന്തു ചെയ്യും? ഒരു വണ്ടിയുടെ മുമ്പിലോട്ടങ്ങ് ചാടും. അത് ബുദ്ധിക്കൊത്ത തീരുമാനമാണോ? അല്ല.
മനുഷ്യന് ഭയം ആവശ്യമാണ്. എന്നാൽ ദൈവഹിതമില്ലാത്ത ഭയം, യുക്തിക്ക് ചേരാത്ത ഭയം എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് ചിന്തിക്കുമായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാനും മരിക്കുമോ ചെറുപ്പത്തിൽ? അമ്മയുടെ ആയുസ് ദൈവം കരുതി, എൻ്റെ ആയുസ് ദൈവം കരുതും. അമ്മയുടെ ആയുസ് മാത്രമേ ഉള്ളൂ എൻ്റെ ആയുസ്. ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എന്താണ്? നമ്മുടെ യുക്തിക്ക് ചേരാത്ത, ദൈവഹിതത്തിന് ചേരാത്ത ഭയങ്ങളാണിതൊക്കെ. ഞാൻ മരിച്ചു പോവുമോ? എൻ്റെ ഈ അസുഖം വലിയ അസുഖമാവുമോ? ഇപ്പോൾ ഈ സൂത്രം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി നോക്കും, അതിൻ്റെ അർത്ഥം എന്തുവാ ഇല്ലേ? അയ്യോ, അത് ആ പേരും എല്ലാം കാണുമ്പോഴത്തേക്ക് എന്താണ്, അതോടെ നമ്മുടെ സ്വിച്ച് ഓഫായി. പിന്നെ നമുക്ക് വിഷാദമാണ്, ഭയമാണ്, പ്രയാസമാണ് ഇല്ലേ? അന്നേരം നമ്മൾ ഇതൊന്നും എടുത്ത് നോക്കത്തില്ല. അന്നേരം നമ്മൾ ആദ്യം നോക്കുന്നത് ഇതില്ലേ. ചില ഭയങ്ങൾ കൂടിയിട്ട് നമ്മൾ സാധാരണമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലെ ചെയ്യാൻ നാം മറന്നുപോകും. കഴിക്കാൻ മറന്നു പോവുക, പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകത്തക്കോണം എന്താണ്, നമുക്ക് ഭയം വരാം. ദൈവത്തിനിതറിയാമോ? ദൈവത്തിനിതറിയാം. അതുകൊണ്ട് 10 കൽപ്പന 2 പ്രാവശ്യമേ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പുറപ്പാട് പുസ്തകത്തിലും അത് ആവർത്തിച്ച് ആവർത്തന പുസ്തകത്തിലും. പുതിയ നിയമത്തിൽ പുതിയ ഒരു കൽപ്പനയെന്ന് പറയുന്നു. കൽപ്പനയുടെ ഒരു പുതിയൊരു അർത്ഥവും യേശു പറയുന്നുണ്ട്. സ്നേഹിക്കണമെന്ന് വളരെ കുറച്ച് ഭാഗങ്ങളിലേ പറയുന്നുള്ളൂ. തമ്മിൽ സ്നേഹിക്കണം. എല്ലാ കൽപ്പനയുടെയും സാരം എന്താണ്? സ്നേഹമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ എത്ര പ്രാവശ്യമാണ് ഭയപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ നമ്മൾ കേട്ടല്ലോ. എത്ര പ്രാവശ്യമാണ് ഭയപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? 366 പ്രാവശ്യം ബൈബിളിൽ പലരോടായി ദൈവം പറയുന്നു, ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. എന്തായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞത്? 365 ദിവസമെല്ലാം ഉള്ളൂ നമുക്ക് ഇല്ലേ? അല്ലേ 355 ദിവസം ഇല്ലേ? എല്ലാ ദിവസവും നമ്മൾ കഴിക്കേണ്ട ഒരു ഗുളികയാണ് ഭയപ്പെടരുത്. ഡോക്ടർ ഗുളിക തന്നാൽ നമ്മളത് പക്ഷത്തിന് കഴിക്കും ഇല്ലേ? ക്രമത്തിന് കഴിക്കും. ഇല്ലെങ്കിൽ പൈസ എവിടുന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മൾ വാങ്ങിച്ച് കഴിക്കില്ല. ഡോക്ടർ ഗുളിക തന്നില്ലെങ്കിലേ ഉള്ളൂ നമുക്ക് പ്രയാസം. അതുകൊണ്ട് ഡോക്ടർമാർക്ക് അറിയാം. അതുകൊണ്ട് ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ ഗുളിക തരും. ഗുളിക തന്നില്ല നമ്മളെന്ത് പറയും? ഓ, ആ ഡോക്ടർ ഗുണമില്ല. അറിയത്തില്ല. വലിയ 5000 രൂപയുടെ മരുന്ന് തരുന്ന ഡോക്ടറെ നമ്മളെന്ത് പറയും? നല്ല ഡോക്ടറാണ് കേട്ടോ, നല്ല ഡോക്ടർ. ദൈവം നമ്മളോട് എല്ലാ ദിവസവും ഭക്ഷിക്കാനൊരു വചനം തന്നിരിക്കുകയാണ്, ഭയപ്പെടരുത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ മഹത്തായ പ്രതിഫലമാകുന്നു. യേശുവിൻ്റെ അമ്മ, യേശുവിൻ്റെ പിതാവ് ജോസഫ് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയെ ചേർത്തുകൊള്ളുക, നീ ഭയപ്പെടേണ്ട. മറിയയോട് ദൂതൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ കൃപ ലഭിച്ചവളാണ്, നീ ഭയപ്പെടേണ്ട. എത്രയോ ആവർത്തി ബൈബിളിൽ പറയുന്നു, ഭയപ്പെടേണ്ട. സ്തോത്രം. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പം, TV കാണുമ്പോൾ, ന്യൂസ് ചാനലൊക്കെ കാണുമ്പോഴെന്താണ്? ഭയപ്പെടുത്തുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ലേ? കാണണ്ട, വായിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിതെല്ലാം നമ്മളെ ഭയമുണ്ടാക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് പല ഭയങ്ങളുണ്ട്. നമ്മുടെ കൂടെ പഠിക്കുന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ പല ഭയങ്ങളുണ്ട്. അതെല്ലാം നമ്മളോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്? പിന്നെ നമുക്കും ഭയമാണ്. അത് ഓർത്തെന്താണ്? നമുക്കും ഭയമാണ്. അങ്ങനെ എനിക്ക് വരുമോ, ഇങ്ങനെ എനിക്ക് വരുമോ? സ്തോത്രം. കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകും. ഭയമുള്ളവരുടെ ഇടയിലാണ് നാം പാർക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന പല ജീവിത സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ കലങ്ങിപ്പോകരുത്, ഭ്രമിച്ചു നോക്കരുതെന്ന് ദൈവം പറയാൻ കാര്യം, യേശു പറയാൻ കാര്യം എന്താണ്? നമ്മുടെ മരണം വരെ നമ്മളെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? എങ്ങനെയാണ് ദൈവീക സമാധാനം നമ്മൾ അനുഭവിക്കുന്നത്? എങ്ങനെയാണ്? സത്യമറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യമറിയുകയും
സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിലാണ്. അത് നമുക്ക് വളരെ അടിസ്ഥാനമായ ഒരു വാക്യമാണ്. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്തോത്രം. യേശു പറഞ്ഞു, യേശു വന്നത് എന്താണ്? നിത്യമായ സമൃദ്ധിയായ ജീവൻ നൽകാൻ. യേശുവിൻ്റെ അടുത്ത് വന്നവർക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത് നാം മനസ്സിലാക്കുക. സ്തോത്രം. നമുക്ക് ഭയത്തെ ശാസിക്കാം, മറ്റുള്ളവരിൽ നിന്ന് കൗൺസിലിംഗ് വാങ്ങിക്കാം, 91-ാം സങ്കീർത്തനം നമുക്ക് കാണാതെ പറഞ്ഞ് ജീവിക്കാം. എന്നാലും പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴും എന്താണ്? നമുക്കിതാണ്, ഭയമാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കൗൺസിലറുടെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. എപ്പോഴും നമുക്ക് ഭയത്തിന് മരുന്ന് മേടിച്ചും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ദൈവം തരുന്ന ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നാം എന്ത് ചെയ്യണം? അത് നാം അനുഭവിക്കണം, അത് വിശ്വസിക്കണം, അത് നാം അനുഭവിക്കണം. അതുകൊണ്ടാണ് 366 പ്രാവശ്യം ദൈവം പറയുന്നത് ഭയപ്പെടണ്ട. ഭയം നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവീക സമാധാനം നമ്മളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കണം. ബുദ്ധിയില്ലാത്തത് കൊണ്ടോ ചിന്തയില്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല നാം സമാധാനമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നത്. മറിച്ച് എന്താണ്? ദൈവം ആരാണെന്ന് എനിക്കറിയാം, ദൈവം എന്തെനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എനിക്കറിയാം, ദൈവം എന്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ സമാധാനപ്രഭു തരുന്ന സമാധാനം ദൈവമേ എനിക്ക് വേണം, ദൈവത്തെ എനിക്ക് വേണം, ദൈവം തരുന്ന സമാധാനം ദൈവമേ എനിക്ക് വേണം എന്ന് പറയുക. സ്തോത്രം. നമ്മൾ ആദ്യം വായിച്ച 3 വാക്യങ്ങളുണ്ടല്ലോ. എന്തായിരുന്നു? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് അവൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്തോത്രം. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല, മറിച്ച് എന്താണ് ഞാൻ തരുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകുക. ഈ സത്യമൊക്കെ എന്ത് ചെയ്യണം? നാം മനസ്സിൽ അടിവരയിടണം. സ്തോത്രം. നമ്മൾ ഭയപ്പെട്ടാൽ, പ്രത്യേകിച്ച് അമ്മമാർ ഭയപ്പെട്ടാൽ, നമ്മുടെ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളും ആ ഭയം ഏറ്റെടുക്കും. അതുകൊണ്ട് അമ്മമാരായ നമ്മൾ എന്ത് ചെയ്യണം? മനക്കരുത്തുള്ളവരായിരിക്കണം. എങ്ങനെ മനക്കരുത്തുള്ളവർ? എസ്തേറിനെ പോലെ ഇല്ലേ? ഞാൻ മരിക്കട്ടെ, ലോകത്തിൻ്റെ ജനങ്ങളുടെ രക്ഷ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മരിക്കാനൊന്നും പോകുന്നില്ല. രാജ്യത്തിൻ്റെ പകുതിയോളം നൽകാൻ രാജാവ് റെഡിയായിരിക്കുകയാണ്. പ്രാർത്ഥനയോടല്ലേ പോയത്. അമ്മമാരായ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിന് ധൈര്യമുള്ളവരായിരിക്കണം. ധൈര്യം എന്താണ്? ധൈര്യം ഞാൻ സേവിക്കുന്ന ദൈവത്തോട് ഇന്ന് രാവിലെയും ഞാൻ സംസാരിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്, ഞാൻ സേവിക്കുന്ന ദൈവത്തോട് ഇന്ന് രാവിലെയും ഞാൻ സംസാരിച്ചു. ആ ദൈവം എന്നോട് പറഞ്ഞു, ഇവിടെ ആർക്കും അനർത്ഥമുണ്ടാകാൻ പോകുന്നില്ല. ആ ഒരു ഉറപ്പ്, ദൈവിക സന്ദേശം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്കും ധൈര്യം പകർന്നു കൊടുക്കാൻ സാധിക്കും. അല്ലാതെ കുഞ്ഞുങ്ങൾ ഒരിച്ചിരി പേടിക്കുമ്പോഴത്തേക്ക് അച്ഛനമ്മമാരായ നമ്മൾ, അയ്യോ മക്കളെ ശരിയാകട്ടോ, ഞാനും കേട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ പറ്റി അങ്ങനെ പറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ കുട്ടിയുടെ ആ ഒരു ധൈര്യവും ചോർന്നു പോകും. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യശാലികളായിരിക്കണം. നമ്മുടെ പണ്ടുള്ള വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും ഓർത്തെ ഇതുപോലെ കാറെ കയറി എപ്പോഴും വരികയായിരുന്നു. അവർ മല്ലിനോടും മണ്ണിനോടും കല്ലിനോടും മൃഗങ്ങളോടും പിന്നെ പാമ്പിനോടും ഒക്കെ പൊരുതിയാണ് അവർ നമ്മുടെ ഈ കേരളത്തിൽ കാടും എല്ലാം നാടാക്കിയതില്ലേ? കേരളത്തിലെ കാടുമലകളെല്ലാം നാടാക്കിയത് അവരങ്ങനെയാണ്. നമ്മുടെ വലിയ വലിയ വെച്ചന്മാരൊക്കെ അതിനോടൊക്കെ പൊരുതി ജയിച്ചവരാണ്. ഇന്ന് നമുക്ക് AC ഉണ്ട്, ഫാനുണ്ട്, വെള്ളം തുറക്കും വെള്ളം വരും, മിക്സിയുണ്ട്. അതൊന്നുമല്ല, 2 പിള്ളേരേ ഉള്ളൂ, അല്ലെ പിള്ളേർ വേണ്ടാന്നൊക്കെ പറയുന്ന ഒത്തിരി പേരും ഉണ്ട് ഇപ്പം. വിവാഹം വേണ്ടാന്ന് പറയുന്ന കുറേ പേരും ഉണ്ട് ഇപ്പം. സ്തോത്രം. അവരെന്താണ് 6, 7, 8, 10, 11 കുഞ്ഞുങ്ങളെയും നോക്കിക്കൊണ്ട് ഇതെല്ലാം ചെയ്തു നമ്മുടെ പിതാക്കന്മാരെ അവർ വളർത്തിയില്ലേ? മനധൈര്യമുള്ള സ്ത്രീകൾ, ദൈവത്തിൽ ആശ്രയമുള്ള പുരുഷന്മാർ, അതാണ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വെച്ച് കൊടുത്തിട്ട് പോകേണ്ടത്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാനൊരു സന്ദേശം കേൾക്കുകയായിരുന്നു. കുറച്ചേ കേട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് ഓർത്തു,
ഞാൻ ഭയപ്പെടുമ്പം ദൈവം എനിക്ക് പോരാത്തവനാണെന്ന് ഞാൻ പറയുകയല്ലേ? ഞാൻ ഭ്രമിച്ചു നോക്കുമ്പോൾ ദൈവമേ നിനക്കിത് ചെയ്യാൻ സാധിക്കയില്ല എന്ന് ഞാൻ പറയുകയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: യൂദാസ് തൻ്റെ ചുണ്ടുകൊണ്ടാണ് യേശുവിനെ ചുംബിച്ചൊറ്റിക്കൊടുത്തത്. എത്രയോ പ്രാവശ്യം എൻ്റെ ഹൃദയത്തിലെ ആ വിചാരം കൊണ്ട് ഞാൻ യേശുവിനെ ചുംബിച്ചു. യേശുവിനോട് പറയുകയാണ്, യേശുവേ നിന്നെ എനിക്ക് വേണ്ട, എനിക്ക് ഭയം മതി. പത്രോസ് 3 പ്രാവശ്യം ആണയിട്ട് പറഞ്ഞില്ലേ? അറിയുകയില്ല, വാഗൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ ഹൃദയവിചാരങ്ങൾ കൊണ്ട് എത്രയോ പ്രാവശ്യം നാം അത് പറഞ്ഞു കഴിഞ്ഞു ദൈവത്തോട്. ദൈവമേ എനിക്ക് നിന്നെ അറിയത്തില്ല, എനിക്ക് ഈ ഭയമേ അറിയുകയുള്ളൂ. അത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് നടുങ്ങിപ്പോയി. എൻ്റെ ചുണ്ടുകൊണ്ട് ഞാൻ യേശുവിനെ ചുംബിച്ചില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ കൊണ്ട് എത്രയോ പ്രാവശ്യം ഞാൻ യേശുവിനെ ചുംബിച്ചവനെ തള്ളിപ്പറഞ്ഞു, അവനെ ഒറ്റിക്കൊടുത്തു. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവവചനത്തിൽ ദൈവം സംസാരിച്ചിട്ടുള്ള ചില സത്യങ്ങൾ, ഭയങ്ങളുടെ മുമ്പിൽ ദൈവം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആദ്യത്തെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ഇസഹാക്കിനോടാണ് ദൈവം പറയുന്നത്. ആ വാക്യം മോളെ ഒന്ന് വായിക്കാം. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 26-24 വാക്യം. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അവിടെ നിന്നു അവൻ ബർഷേബിലേക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഈ അധ്യായം നാം വായിക്കുമ്പം ഇദ്ദേഹം പലയിടത്തും കുഴി കുഴിച്ച ശേഷം അവിടെ എല്ലാം ആ കിണർ വെള്ളം കണ്ടപ്പോൾ അടുത്ത ആ ദേശക്കാർ അത് വന്നു, അത് അവരുടേതാന്ന് പറഞ്ഞു. രഹബോത്ത് എന്ന സ്ഥലത്ത് കുഴി കുഴിച്ചു, ആരും വഴക്കുണ്ടാക്കാൻ വന്നില്ല. അവിടുന്ന് എന്ത് ചെയ്യണം? പേടിച്ചായിരിക്കാം ബർഷേബയിലോട്ട് പോയി താമസിച്ചു. അവിടെ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ വലുതാക്കും. വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ സന്തതികളായ നമുക്ക് ഈ അനുഗ്രഹമുണ്ട്. ദൈവത്തെ നാം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ എന്ത് ചെയ്യും? ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്ന് പറയാമോ? ദൈവത്തെ ഞാൻ അനുസരിച്ച് പോകുന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ സന്തതിയെയും അനുഗ്രഹിക്കും. അപ്പോൾ സന്തതിയെക്കുറിച്ചുള്ള ഭാരം എന്ത് ചെയ്യേണ്ട? ഭയം എന്താ നമുക്ക് വേണ്ട. അത് മറിച്ച് എന്ത് ചെയ്യണം? ഇസ്ഹാക്കിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം എന്നെയും അനുഗ്രഹിക്കും. സ്തോത്രം. അടുത്തതായിട്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു തരും. ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു തരും. 1 രാജാക്കന്മാർ 17:13 ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാർ 17:13. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞ പോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ഇവിടെ ഏലിയാവ് ക്ഷാമത്തിൻ്റെ സമയത്ത് ആ വിധവയുടെ അടുത്ത് ചെന്ന് കാണുന്നു. വിധവയോട് പറയുന്നു, എനിക്കൊരു ഇച്ചിരി കുടിക്കാൻ വെള്ളം തരണമെന്ന്. അങ്ങോട്ട് പോയ സമയത്ത് വിധവയോട് ഇദ്ദേഹം പറഞ്ഞു, എനിക്കിച്ചിരി അടയും കൂടെ തരണേന്ന്. അതിന് പറഞ്ഞു, ആകെക്കൂടെ ഒരു കുറച്ച് മാവും കുറച്ച് എണ്ണയേ ഉള്ളൂ, ക്ഷാമമല്ലേ, അടുത്തുള്ള ഗ്രോസറി സ്റ്റോറൊന്നും ഓപ്പൺ ആയിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങളിത് മരിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ആദ്യം ഉണ്ടാക്കുന്ന എനിക്ക് കൊണ്ടുത്താ. ഈ ക്ഷാമം തീരുവോളം നിൻ്റെ കലത്തിലെ മാവും കുറയത്തില്ല, നിൻ്റെ എണ്ണയും കുറയത്തില്ല. ആ ക്ഷാമകാലം മുഴുവൻ ഞാൻ ചിന്തിക്കുന്നു അവളൊരു ഹോട്ടലായിരുന്നു. ക്ഷാമകാലത്ത് അവളൊരു വലിയ ഹോട്ടലായിരുന്നു. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഹോട്ടൽ ഏതാണ്? നമുക്കെല്ലാം ഇഷ്ടമുള്ള ഓരോ ഹോട്ടലുകളുണ്ടല്ലേ. ആ ക്ഷാമകാലത്ത് വിധവയായ സ്ത്രീ, ഒന്നോർത്ത് നോക്കിയേ, വിധവയായ സ്ത്രീയുടെയും വീടെന്താണ്? സമൃദ്ധിയായ ഒരു സ്ഥലമായി തീർന്നു. സ്തോത്രം. അടുത്തതായിട്ട് ഏലിയാവിൻ്റെ ശിഷ്യനായ ഏലിശയാണ് പറയുന്നത്. 2 രാജാക്കന്മാർ 6:16 ഇങ്ങനെ വായിക്കുന്നു. അതിന് അവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഇത് ഏലിശയെ
കൊല്ലാനായിട്ട് ഒരു വലിയ സൈന്യം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദാസൻ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു വലിയ സൈന്യം നമ്മളെ ആക്രമിക്കാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അവരോട് കൂടെ ഉള്ളതിനേക്കാളും നമ്മളോടുകൂടെ വലിയ ഒരു സൈന്യമുണ്ട്. കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ദാസൻ കണ്ടതെന്താണ്? വലിയ ഒരു സൈന്യം ആ പർവ്വതം മുഴുവനും നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ വരുന്ന ഒരാളാണെങ്കിൽ നമ്മളോടുകൂടെ 1000 ഇടത്തും വലത്തും എല്ലാം ദൂതന്മാരെ ദൈവമാക്കിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്തിനു പേടിക്കണം? നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ദൈവം. അത് മാത്രമല്ല ഇപ്പം കണ്ടത്, നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം തന്നെ, ദൂതന്മാരെ അയച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം. സ്തോത്രം. 3 വാക്യങ്ങളിലൂടെയുണ്ട്. യെശയ്യാപ്രവചനം 41:10 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇവിടെയാണ് നാം അശക്തരാകുമ്പോൾ, വയ്യ കർത്താവേ, ഒരു പടി പോലും മുമ്പോട്ട് പോകാൻ ഇനി വയ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഭയം വന്നാൽ ഭയം നമ്മളെ തിന്നുകളയും. അതിന് ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഞാൻ നിനക്ക് ശക്തി തരും, ഞാൻ നിനക്ക് ബലം തരും. സ്തോത്രം. അടുത്തതായിട്ട് 43:1 മുതൽ യെശയ്യാപ്രവചനം 43:1. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. വെള്ളസമമായ തീ സമമായ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും അവൻ നമ്മുടെ കൂടെ, നമ്മുടെ സഹായമായി ഇരിക്കും. അടുത്ത 2 വാക്യങ്ങളിലൂടെ. 1 മത്തായി സുവിശേഷം 10-ാം 31 വാക്യം. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. കാശിന് 2 കുരുക്കിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുക്കുകളിലേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. നമ്മുടെ തലയിൽ നിന്ന് രാവിലെ എത്ര രോമം താഴെ വീണെന്ന് നമ്മൾ ആരെങ്കിലും എണ്ണിയായിരുന്നോ? എണ്ണിയൊരു പക്ഷേ നമുക്ക് പേടി വരും കേട്ടോ. നമ്മൾ കഷണ്ടി ആവുകയാണോ എന്നുള്ള പേടിയായിരിക്കില്ലേ? നമ്മുടെ തലയിലെ ഒരു രോമം താഴെ വീഴുമ്പോൾ അതിൻ്റെ എണ്ണം ദൈവത്തിനറിയാം. ഒരു കാശിന് 2 കുരുകൾ പറഞ്ഞാൽ വലിയ ചീപ്പായിട്ടുള്ള, വലിയ വിലയില്ലാത്ത സാധനം എന്ന് പറയാം. അത് കുരുകളിനേക്കാളും നാം വിലയേറിയവരാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഇത് പ്രത്യേകമായും സുവിശേഷത്തോടനുബന്ധിച്ച് പ്രതികൂലം വരുന്ന സമയത്തൊക്കെ നാം കരുതുക, ദൈവം നമുക്ക് വേണ്ടി കരുതും. എൻ്റെ തലയിലെ രോമത്തിൻ്റെ എണ്ണം പോലും ദൈവത്തിന് അറിയാമെങ്കിൽ എന്നെ ദൈവം എത്രമാത്രം കരുതും. സ്തോത്രം. അവസാനമായി പാതാളത്തിൻ്റെ താക്കോൽ, മരണത്തിൻ്റെ താക്കോൽ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഭയപ്പെടേണ്ട. പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ ആൽഫയും ഒമേഗയുമായവൻ പറയുകയാണ്, ഭയപ്പെടേണ്ട. അതാണ് അവസാനത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1:17-18 പുറകാലം നിങ്ങൾ വായിച്ചാൽ മതി. സ്തോത്രം. ഭയം സർവ്വസാധാരണമാണ്. എന്നാൽ ഭയം നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. ഭയം നമ്മളുടെ മേൽ കൂടുകുത്താൻ നമ്മൾ അനുവദിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? ദൈവിക സമാധാനം എനിക്ക് വരണം. ദൈവിക സമാധാനം എനിക്ക് വരണം. ദൈവിക സമാധാനത്തിൽ യേശു സമാധാന പ്രഭുവായതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? നമ്മുടെ ഭയത്തെ അഭിമുഖീകരിക്കാൻ. ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കണ്ണും തുറക്കണമേ, സമാധാനത്തിൻ്റെ പ്രഭുവിനെ ഒന്ന് കാണാൻ. അതിൻ്റെ മേൽ വാഴുന്ന, എല്ലാത്തിൻ്റെ മേലും വാഴുന്ന എൻ്റെ ദൈവത്തെ ഒന്ന് കാണാൻ എൻ്റെ കണ്ണും തുറക്കണമേ. സ്തോത്രം. പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും,
ബുദ്ധിമുട്ടുകൾ വരും. എന്നാൽ അതിനെല്ലാം അതിജീവിപ്പാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരും. പിന്നെ നമുക്കെന്തിനു ഭയപ്പെടണം? നമുക്കെന്തിനു ഭയപ്പെടണം? സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ലോകാവസാനത്തോളം നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ഭയമേ, ഇനി നിനക്കെന്നിൽ സ്ഥാനമില്ല. ഭയമേ, നിനക്കെന്നിൽ സ്ഥാനമില്ല. കാരണം ദൈവത്തിനാണ് എൻ്റെ ഉള്ളിൽ സ്ഥാനം. എന്ന് പറയാമോ? ഭയമേ, നിനക്കെന്നിൽ സ്ഥാനമില്ല. കാരണം ദൈവത്തെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കും. ദൈവത്തിനാണ്, ദൈവവചനത്തിനാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളത്. സ്തോത്രം.